ഒറ്റപ്പാലത്തു നിന്ന് അടുത്താണ് കേട്ടോ തിരുവില്ലാമല. കാരണം പുതിയൊരു പാലം വന്നതിന് ശേഷം അപ്പോൾ നമ്മളിവിടെ ഒരു ആനമല റിസോർട്ട് ഉണ്ട്, അവിടേക്ക് വന്നിരിക്കുകയാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ കാണാം ഗൈസ്. 3:30 നമ്മൾ ഈ ഒരു പാർക്കിലേക്ക് എത്തിയിട്ടുള്ളത്. വന്നതും ടിക്കറ്റ് എടുത്തു. മുതിർന്നവർക്ക് 80 കുട്ടികൾക്ക് 150 ആണ്. ഇവിടെ പൂൾ സൗകര്യം ഉണ്ട് കേട്ടോ. ദൈവത്തിന്റെ സ്വന്തം ഗ്രാമമാണ് തിരുവില്ലാമല എന്ന് എഴുതിയ ഒരു ബോർഡ് ഉണ്ട്. ഒരു റീഫ്രഷ് ഒക്കെ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇവിടെ വന്നിരിക്കണം കേട്ടോ. അടിപൊളി വില്ലേജ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ മൊത്തം ഉള്ളത് തന്നെ. കൂടാതെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കിളും സ്കൂട്ടറും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. മിതമായ രീതിയിൽ മീനുകളുടെ ചെറിയൊരു കളക്ഷനും ഇവിടെ ഉണ്ട്. ഈ ഒരു സ്പോട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് കാരണം നല്ല ഭംഗിയിൽ ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പച്ചപ്പും ഒരു പ്രകൃതി രമണീയതയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ആനമല കൈത്തറിയാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. കൈത്തറിയുടെ ഭാഗം എന്ന് പറഞ്ഞാലും അതൊരു പഴമയല്ലേ. പഴമയുടെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഈ മിറർ തന്നെ ഏറ്റവും വലുതായിരുന്നേ. ഞങ്ങളിവിടെ കയറി ചെന്നപ്പോൾ തന്നെ നെയ്ത്താണ് കണ്ടത് കേട്ടോ. നെയ്ത്തൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ഇതൊരു നെയ്ത് വെച്ച സാരിയായിരുന്നു. ഇവിടെ മുണ്ടുകളും കാര്യങ്ങളൊക്കെ സെയിൽസ് ഉണ്ട്. മുക്കും മൂലയും ഈ ഒരു റിസോർട്ടിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇരിക്കുന്ന സ്ഥലമാവട്ടെ എല്ലാതും. നടന്നു പോകുന്ന നേരത്തൊരു ട്രെയിൻ ആ വഴി കൂടെ പോകുന്ന കണ്ടപ്പോൾ ഒരു അത്ഭുതമായി തോന്നിയേ. താറാവും കോഴിയും മൊയിലുകളും അങ്ങനെ പറഞ്ഞ കുഞ്ഞൊരു ഫാമും കൂടി ഇവിടെ ഉണ്ട്. കുട്ടികളുടെ മെയിൻ സ്പോട്ടായ പാർക്കിലേക്കാണ് ഇനി കിടക്കുന്നത്. എത്രയും നേരത്തെ എത്തുന്നതാണ് അത്രയും നല്ലതെന്ന് പറയുന്നതാണ് കേട്ടോ. കാരണം അത്രയും നമുക്ക് ഇവിടെ സമയം ചെലവഴിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു ട്രെയിനിൽ എക്സ്ട്രാ ചാർജ് ഉണ്ടെന്നാണ് കേട്ടോ കരുതിയത്. എക്സ്ട്രാ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആ എൻട്രി ചാർജിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ട്രെയിനിൽ കയറാനും പറ്റിയത്. ട്രെയിനിൽ നല്ല ഓളത്തിലാണ് കേട്ടോ പോയത്. കാരണം നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നേ. കുറച്ച് ദൂരം ട്രെയിനിൽ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് നിർത്തോട്ട് നമ്മൾ കയറിയ സ്ഥലത്തുനിന്ന്. ഈ ഒരു ഫെസിലിറ്റി തുടങ്ങിയിട്ട് 3 വർഷമായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ നഷ്ടം തോന്നിയിട്ടോ. എന്ത് നമ്മൾ അറിയാഞ്ഞ ദാസ എന്നൊരു ചിന്തയാണ് കേട്ടോ തോന്നിയത്. കുട്ടികളുടെ പാർക്കിൽ കയറിയപ്പോൾ ബോട്ടിങ്ങും പിന്നെ ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങിയിട്ട് റൗണ്ട് ചെയ്ത് പോകുന്ന പേരെനിക്കറിയില്ല അതുവരെ ഉണ്ടായിരുന്നേ. ഈ ഒരു സംഭവങ്ങളൊക്കെ പാർക്കിലുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഉണ്ണിക്കുട്ടിനെ കളിക്കാൻ ഇരുത്തിയിട്ട് ഞാനും രഞ്ജും കൂടെ അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം. ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ഉള്ളിടത്ത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ പൂളുള്ളത്. അതുമാത്രമല്ല അവിടെ കുറേ പേര് വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണ ഷൂട്ടുകളൊക്കെ ഇവിടെ വന്ന് നടത്തുന്നുണ്ടായിരുന്നു. കാരണം അത്രയും മനോഹരമായൊരു സ്ഥലമാണല്ലോ. ഇൻസ്റ്റയിലുള്ള ഒരുപാട് ഫോളോവേഴ്സ് ചോദിച്ചു ഇതിന്റെ മൊത്തം വീഡിയോ കാണിച്ചു തരുമെന്ന് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു വ്ലോഗ്. അപ്പൊ ഇത്രയുള്ള എല്ലാവർക്കും ബൈ.